ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് നടാലിലുള്ള ഊർവശിക്കാവ്. ഇത് കണ്ണൂർ നടാലിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ശനിദോഷ പരിഹാരത്തിന് പൂജ കഴിപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിത്യം വെള്ളാട്ടം ഉണ്ടാകുന്ന അമ്പലം കൂടിയാണിത്. അതായത് ഇവിടെ ഒരു ദൈവത്താറുണ്ട്. അപ്പോൾ അത് ദിവസവും ഒരു ഉച്ചക്ക് വെള്ളാട്ടം ഉണ്ടാകലുണ്ട്. ആ വെള്ളാട്ട സമയം നമുക്ക് ആ കോട്ടത്തേക്ക് കയറാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേട്ടക്കുരുമകൻ, ഊർവശി ദൈവത്താറ്, ഭഗവതി, ഗുരുവിൻ്റെ സ്ഥാനമുണ്ട്. പിന്നെ നാഗത്തിനും കൂടിയുണ്ട്. ഇത് പറയുന്നത് മൂലഭണ്ഡാരാണ്. ഇവിടെ നമ്മൾ എന്തും പ്രാർത്ഥിച്ചിട്ട് ദക്ഷിണ വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നതാണ് വിശ്വാസം. ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിളക്കിലെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരും അവർ. അത് നമ്മളെ രോഗശമനത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് രോഗത്തിനും പുരട്ടാനും അത് കുടിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ തീർത്ഥം തരുന്ന സമയം ഈ വിളക്കിലെണ്ണയും പ്രസാദമായിട്ട് നമുക്ക് തരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 ശ്രീകോവിൽ ഉള്ള അമ്പലമാണിത്. വലിയൊരു അമ്പലമാണ്, കുറേ പഴക്കം ചെന്നൊരു അമ്പലമാണ്. അപ്പോൾ 2 ശ്രീകോവിലുണ്ട്. ഒന്ന് വേട്ടക്കുരുമകൻ, പിന്നെ ഊർവശി ദൈവത്താറിൻ്റെ. പിന്നെ ശനിയാഴ്ച ദിവസമാണ് ഇവിടെ പ്രത്യേകത. ശനിയാഴ്ച ദിവസവും പിന്നെ അവിട്ടം നാളിലും. ശനിയാഴ്ച ദിവസം ആണ് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. ഇപ്പം ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ട് കണ്ടു ബോർഡിൽ. ആ ഒരു 12:30 ടൈം കഴിഞ്ഞാൽ വെള്ളാട്ടം കഴിഞ്ഞാലാണ് പിന്നെ ഭക്ഷണം കൊടുക്കാറുള്ളത്. പിന്നെ ശിവരാത്രിക്ക് ഒരാഴ്ച ഉത്സവമുണ്ട്. പിന്നെ നവമീൻ്റെതും പിന്നെ വൃശ്ചിക മാസത്തെ എല്ലാമാണ് പരിപാടി ഇവിടെ ഉണ്ടാകാറുള്ളത്. ഉത്സവം തടമ്പ് നിർത്താണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. വില്ലുമംഗലം സ്വാമിയാർ അനന്തങ്കാട് തേടി പോകുമ്പോൾ ഇവിടെ വന്നിരുന്നാണ് വിശ്വാസം. ഉച്ചഭക്ഷണത്തിന് ശനിയാഴ്ച ദിവസം ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ് ഇത്. നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു അവിടെ ശനിയാഴ്ച ദിവസം പോയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം.